രാഷ്ട്രീയ ടോക്സിനടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയും ലാലേട്ടനും ആന്റണി പെരുമ്പാവൂർ ഇരിക്കുന്നത്, അതായത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദും എന്നുള്ള രീതിയിൽ കൂടെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ആഘോഷമാക്കുന്നവരുമുണ്ട്, അതിനെ എതിർക്കുന്നവരുമുണ്ട്. അപ്പം ഞാൻ ഈ രണ്ടാമത്തെ കൂട്ടത്തിലുള്ള കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമേഴ്സും കൂടെ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ഫോട്ടോ എന്ന് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. കാര്യം മമ്മൂട്ടി കമ്പനി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയാണ്. ഇതുവരെ 5 വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ എടുത്ത് അവരുടെ 6ാമത്തെ സിനിമയുടെ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് ആശീർവാദ് സിനിമസിനെ കുറിച്ചിടത്തോളം അവർ ഒരുപാട് നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്, ഒരു വലിയ ബ്രാൻഡ് തന്നെയാണ് അവരും. പക്ഷെ പിന്നീട് അവർക്ക് കാര്യമായിട്ടുള്ള വിജയങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല. നേരാണ് അവരുടെ, എനിക്ക് തോന്നുന്നത്, തിയേറ്ററിൽ റിലീസായിട്ടുള്ള അവസാനത്തെ സിനിമ എന്ന് പറയുന്നത്. ഇതുവരെ ഉള്ളതിനകത്ത് ഇനി അവരുടെ മറ്റുള്ള സിനിമകൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നല്ല ഒന്നാന്തരം ഒരു ബിസിനസ്സുകാരൻ എന്തിനായിരിക്കും മമ്മൂട്ടി കമ്പനിയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റിനുള്ള ഒരു ഓഫർ വെച്ചതെന്ന് മമ്മൂക്ക വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം രണ്ടും വ്യത്യസ്തമായിട്ട് രീതി പോയിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേർ ഒന്നിക്കണം എന്നൊരു പ്രൊഡ്യൂസർ ആഗ്രഹിക്കുന്നെങ്കിൽ, 2 കമ്പനികളാണ്, 2 നടന്മാരല്ല, അവർ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എന്തായിരിക്കും അതിനകത്തുള്ള ബിസിനസ്സിനുള്ള ഒരു ചിന്ത? കാര്യം നമുക്കറിയാം, ആശീർവാദ് സിനിമാസിന് ഒരുപാട് തിയേറ്ററുകൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ മമ്മൂട്ടി കമ്പനിക്കും അതുപോലെ അത്രയും തിയേറ്ററുകൾ മമ്മൂട്ടി കമ്പനിക്കും ഉണ്ട്. എന്നിട്ടും എന്തിനായിരിക്കും ആശീർവാദ് സിനിമാസിന്റെ ഭാഗത്തുനിന്ന് മമ്മൂട്ടി കമ്പനിയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഫർ വരുന്നത്, ഇത്തരത്തിലുള്ളൊരു സിനിമ ഒരുക്കാമെന്നുള്ളത്? ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാര്യം ഇത്തരത്തിലുള്ളൊരു സിനിമയിലേക്ക് മമ്മൂക്ക പോകുമ്പോൾ മറ്റുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേഫെയറാണ്. ഒട്ടുമിക്ക എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നു വേഫെയർ തന്നെയായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. വേഫെയർ തന്നെയാണ്. ഇപ്പം ആശീർവാദ് സിനിമാസിന്റെ അവർ തന്നെ, എനിക്ക് തോന്നുന്നു, അവർ പ്രത്യേകിച്ച് വേറെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് മാക്സ് ലാബ് എന്നോ മറ്റോ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാക്സ് ലാബ് എന്ന് തന്നെയാണോ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഇനി അത് ആശീർവാദ് സിനിമാസ് എന്നുള്ള പേര് തന്നെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർ തന്നെയായിരിക്കും ഈ ഒരു നിർമ്മാണ കമ്പനി ഒരുക്കുന്ന സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള സാധ്യത. കാര്യം സ്വാഭാവികമായിട്ടും 2 പ്രൊഡ്യൂസർമാരുണ്ടെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ഒന്നാവാനേ സാധ്യതയുള്ളൂ. അതൊരിക്കലും വേഫെയർ ആയിരിക്കത്തില്ല, ഇവരായിരിക്കും, അതായത് ഈ ആശീർവാദ് സിനിമാസ് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കാതെ മമ്മൂക്ക ചെന്ന് ഇതിനകത്ത് കൈ കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് സോഷ്യൽ മീഡിയയിൽ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും ഫാൻസുകാർ തമ്മിൽ ഉള്ളൊരു ഫാൻ ഫൈറ്റിനുള്ള ഒരു വേദി ഒരുക്കത്തതേ ഉള്ളത്. കാര്യം ഈ പറഞ്ഞ കണക്ക്, വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിരിക്കുന്ന ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കറിയാം. അന്ന് എനിക്കൊന്ന് പ്രണവം നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്. അതിനകത്ത് മമ്മൂക്കയെ പോലെ, അതായത് മമ്മൂക്ക ലാലേട്ടനോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലയാള സിനിമയിലെ കിരീടം വെക്കാത്ത തുല്യം നിൽക്കുന്ന 2 രാജാക്കന്മാരാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ആ സിനിമയിലേക്ക് വരുമ്പം അതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഒന്നിൽ മമ്മൂക്കയ്ക്ക് നായികയെ കിട്ടുന്നത്, മറ്റൊന്നിൽ ലാലേട്ടന് നായികയെ കിട്ടുന്നത്. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ. ഞാൻ കണ്ടത് മമ്മൂക്കയ്ക്ക് നായികയെ കിട്ടുന്നത്, അതായത് ലാലേട്ടൻ്റെ പേരിനകത്ത് വീണിട്ട് മമ്മൂക്കയെ നായകനായിട്ട് കിട്ടുന്ന, അവർക്ക് നായകനായിട്ട് കിട്ടുന്നുള്ള രീതിയിൽ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്ലൈമാക്സ് ആയിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ പല സ്ഥലത്തും നമുക്കറിയാം, തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും തൃശ്ശൂരും പാലക്കാടും എറണാകുളത്തും എല്ലായിടത്തും ആലപ്പുഴയും കോട്ടയം എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമാക്സുകളായിരുന്നു അന്ന്. പക്ഷേ നമ്മൾ TV കാണുമ്പോൾ അതിനകത്തൊരു ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്കയുടെ പേരിനകത്ത് ഇല വീഴുന്നതായിട്ടാണ്, അതായത് ലാലേട്ടന് നായികയെ കിട്ടുന്നതായിട്ടാണ് നമ്മൾ TV കാണുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മൾ കണ്ട ക്ലൈമാക്സ് അങ്ങനെയല്ലല്ലോ, മറ്റൊരു ക്ലൈമാക്സ് എന്തായിരിക്കും ഈ ഒരു ക്ലൈമാക്സ് മാത്രം TV-യിലും മറ്റുള്ളിടത്തും വരുമ്പോഴത്തേക്കും ഒരുപോലെ കാണിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവർ സെൻസർ ചെയ്ത കോപ്പി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്, അപ്പോൾ ലാലേട്ടന് നായികയെ കിട്ടുന്നതായിട്ട്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, മമ്മൂക്കയെ പോലുള്ള ഒരാൾ വരുമ്പോൾ മമ്മൂക്കയുടെ ഒരു വിശ്വാസം നിലനിർത്താനുള്ള എല്ലാവിധ ഉത്തരവാദിത്വം ലാലേട്ടനുണ്ട്. കാര്യം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നതാണ് നമ്മുടെ നിർമ്മാണ കമ്പനിയിലേക്ക് ഒരാൾ വരുന്നത്, അതും പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലെ തലയെടുപ്പുള്ള ഒരാൾ. അപ്പം ഈ മമ്മൂക്കയുടെ ഒരുപക്ഷെ ആ പടം നിർമ്മിച്ചതെങ്കിൽ ഒരിക്കലും മമ്മൂക്കയുടെ ക്ലൈമാക്സ് മമ്മൂക്ക അങ്ങനെ ആയിരിക്കത്തില്ല. കാര്യം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മമ്മൂക്കയിലുള്ള വിശ്വാസം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന് നായികയെ കിട്ടുന്ന രീതിയിലുള്ള തന്നെയായിരിക്കും മമ്മൂക്ക സെൻസർ ചെയ്യാൻ സാധ്യത. രണ്ടുപേരുടെ സ്വഭാവം വെച്ച് ഞാൻ പറയുക. പക്ഷേ ലാലേട്ടൻ ഈ രീതിയിൽ ചെയ്തപ്പം ലാലേട്ടന് നായികയെ കിട്ടുന്ന രീതിയിൽ, പക്ഷേ അപ്പം ഈ ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അത് മമ്മൂക്കയുടെ ഉള്ളിൽ മമ്മൂക്ക ഒരു നിമിഷമെങ്കിലും ആലോചിക്കത്തില്ലേ എന്തായിരിക്കും അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയെന്ന്? അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് മമ്മൂക്ക ഈ പറയുന്ന കണക്ക് മമ്മൂട്ടി കമ്പനിയുടെ വഴിക്ക് പോവുക, ആശീർവാദിനെ അവരുടെ വഴിക്ക് വിട്ടേക്കുക, രണ്ടുപേരുടെ കൂടി ചേർന്ന് സിനിമ ചെയ്യാൻ പോയി ഈ പറഞ്ഞ കണക്ക് അത് മമ്മൂക്കയ്ക്ക് തന്നെ അതുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് കൈ കൊടുക്കുന്നതിന് മുമ്പ്, കാര്യം രണ്ടുപേരുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന 2 നിർമ്മാണ കമ്പനികളാണ്. പിന്നെ എന്തിനാണ് അവർ കൂട്ടി യോജിക്കുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ചൊരു സിനിമ എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായമോ, പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് മമ്മൂക്ക ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാൻസിനെയും കൂടെ, അദ്ദേഹമായാലും ലാലേട്ടനായാലും അവരുടെ ഫാൻസിനെയും കൂടെ നോക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലോട്ട് ചെന്നിറങ്ങാൻ എന്നൊരു അപേക്ഷ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. താങ്ക് യു.